രാമേന്ദ്രൻ, കെജ്രിവാൾ പുറത്തു വന്നിട്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവായി ചമഞ്ഞുകൊണ്ട് 10 ഗ്യാരണ്ടി പോയിൻറ്റ്സൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായി ചമഞ്ഞിരിക്കെ കെജ്രിവാളിൻ്റെ കൈ പിടിച്ച് പൊതുവേദിയിൽ കൊണ്ടുവന്ന അണ്ണാ ഹസാരെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. കെജ്രിവാൾ മദ്യത്തിൽ മുങ്ങിയ ഒരു നേതാവാണ് എന്ന് അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചു. അണ്ണാ ഹസാരെ പറയുമ്പോൾ അണ്ണാ ഹസാരെ കെജ്രിവാളിൻ്റെ തലതൊട്ടപ്പനാണ്. തലതൊട്ടപ്പൻ കൈ മാറ്റിയിരിക്കുന്നു, അദ്ദേഹത്തെ നിരാകരിച്ചിരിക്കുന്നു. എന്താണ് കെജ്രിവാളിൻ്റെ ഭാവി? ഗുരുശാപം നേടിയിരിക്കുകയാണ് ഇപ്പോൾ കെജ്രിവാൾ. കെജ്രിവാളിനും കെജ്രിവാളിൻ്റെ പാർട്ടിക്കും വോട്ട് ചെയ്യരുത് എന്ന ആഹ്വാനമാണ് ഈ അണ്ണാ ഹസാരയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അണ്ണാ ഹസാരെ പറഞ്ഞിരിക്കുന്നത് ED അന്വേഷിക്കുന്ന കുംഭകോണത്തിൽപ്പെട്ട ഇയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത്, അയാളുടെ റെക്കോർഡ് ക്ലീൻ അല്ല. ഇതൊരു ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ അണ്ണാ ഹസാരയുടെ വാക്കുകളാണ്. അതിൽ സത്യസന്ധത, സ്വഭാവദാർഢ്യം, നല്ല പ്രതിച്ഛായ, അതൊക്കെയാണ് നോക്കേണ്ടത് വോട്ടർമാർ. അല്ലാതെ ED പിന്നാലെ നടക്കുന്ന ആളുകളെ അല്ല നോക്കേണ്ടത്. ഞാൻ ഡൽഹിയിൽ മദ്യനയ അഴിമതിയിൽ പേര് വന്ന കെജ്രിവാളിനെ അപലപിക്കുന്നു. അയാൾ അഴിമതി നടത്തി, അയാൾ ഈ മദ്യലഹരിയിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മദ്യലഹരിയിൽ മുഴുകി. ഇത്തരം ആളുകളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കരുത്. ഈ അണ്ണാ ഹസാരെ ഇത് പറയുന്നത് കെജ്രിവാളിനെതിരെ പറയുന്നത് ആദ്യമായിട്ടല്ല. മാർച്ചിൽ ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇത് പറഞ്ഞിരുന്നു. 1 കൊല്ലം മുമ്പും ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങിയിട്ട് മറ്റേ സിസോദിയ ജയിലിലായപ്പോഴും പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പണിയെടുത്ത ആളാണ് കെജ്രിവാൾ. ഇദ്ദേഹം പറയുകയാണ്, ആ കാലത്ത് മദ്യത്തിനെതിരെ അയാൾ ശബ്ദമുയർത്തിയിരുന്നു. അന്ന് മദ്യത്തിനെതിരായിരുന്നു. പക്ഷേ ഇന്ന് അയാൾ മദ്യനയമുണ്ടാക്കുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്വയംകൃതാനർത്ഥമാണ്. ഈ അറസ്റ്റും ജയിൽവാസമൊക്കെ. ഈ പ്രസ്ഥാനം ഇവർ തുടങ്ങുന്നത് 2011-ലാണ്. ഈ അണ്ണാ ഹസാരയുടെ കൂടെ. അന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല, രാഷ്ട്രീയം എൻ്റെ ലക്ഷ്യമല്ല, പദവികൾ എൻ്റെ ലക്ഷ്യമല്ല എന്നൊക്കെയാണ്. എന്നിട്ട് 2012 ആയപ്പോൾ തന്നെ ഈ അണ്ണാ ഹസാരയെ തള്ളി അയാൾ രാഷ്ട്രീയ വേദിയിലേക്ക് വന്നു, പാർട്ടി ഉണ്ടാക്കി. 2013 ആം ആദ്മി പാർട്ടിയെ പ്രഖ്യാപിച്ചു. 2012 പാർട്ടി തന്നെ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിയൊക്കെ ആയി. അണ്ണാ ഹസാരെ അദ്ദേഹത്തിൻ്റെ മറ്റേ വസതിയിൽ അല്ല ഗ്രാമത്തിൽ അവിടെ സാധാരണ പോലെ തന്നെ സാമൂഹ്യ സേവനങ്ങളുമായിട്ട്. അദ്ദേഹം ഒരു റിട്ടയർഡ് ജവാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ശരിക്കും നമ്മളിപ്പോഴാലോചിച്ചാൽ അത് ഇന്ത്യയുടെ മനസാക്ഷിയുടെ പ്രതിധ്വനിയായിട്ടാണ്. അപ്പോൾ മദ്യവ്യാപനത്തിന് വേണ്ടി പുതിയ നയം രൂപീകരിച്ച ഒരാൾ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ അറിഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധിച്ചതിന് ശേഷം 2021-22 കാലയളവിലേക്ക് മാത്രമായി നിർത്തിയിട്ട് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ ആം ആദ്മി പാർട്ടി സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് പറഞ്ഞ് ചൂലെടുത്ത് വന്ന ഒരാൾ സ്വയം മറന്ന് പ്രവർത്തിക്കുകയായിരുന്നില്ലേ? ഈ മദ്യനയം എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് മലയാള ചാനലുകളിൽ ഞാൻ ചർച്ച കാണുന്നുണ്ട്. ഈ മദ്യനയത്തിൽ അതിനുശേഷം ഈ മറ്റേ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഒക്കെ വ്യാപകമായിട്ട് കൊടുക്കുന്നതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടെന്ന് ചീഫ് സെക്രട്ടറിയാണ് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കുന്നത്. ഇത് ഇപ്പോൾ വലിയ കുംഭകോണമായിട്ട് പുറത്തു വന്നിട്ട് ചീഫ് സെക്രട്ടറി നാറുന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണില്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു ചെറിയ ആനുകൂല്യം പറ്റി ഇപ്പോൾ പരോളിൽ നിൽക്കുന്ന ഒരാൾ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ നടത്തുന്ന പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും
കോൺഗ്രസിനെ അപ്സെറ്റാക്കി. എക്സാക്ട്ലി. കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്ന് അറ്റൻഷൻ മുഴുവൻ, മാധ്യമ ശ്രദ്ധ മുഴുവനും അരവിന്ദ് കെജ്രിവാളിൻ്റെക്ക് പോയി. അദ്ദേഹം സ്വയം പോളിസി, പ്രതിപക്ഷ മുന്നണിയുടെ പോളിസി പ്രഖ്യാപിക്കുന്നു. സ്വയം പ്രഖ്യാപിത ആകെ മത്സരിക്കുന്നത് 20 സീറ്റിലാണ്. അതെ അതെ അതെ. എന്നിട്ടാണ് 10 ഗ്യാരണ്ടി വെക്കുന്നത്. അത് പഞ്ചാബ് രാജ്യം ഭരിക്കാൻ പോകുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വെക്കുന്ന പോലെയാണ് ഈ ഗ്യാരണ്ടി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനം അദ്ദേഹം കേസിൽ ഒരു പരോളിൽ ഇറങ്ങിയിരിക്കുന്ന ആളാണ്. അതെ, ജൂൺ 2 തിരിച്ചു പോകണം. അതേ ഇൻ്റർവ്യൂ ബെയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിഹാർ ജയിലിൽ നിന്ന് ഒരു പരോള് 2 ആഴ്ച 3 ആഴ്ച സമയത്തേക്ക് 2-ാം തീയതി തിരിച്ചു പോകണം. അങ്ങനെയുള്ള ഓഫീസിൽ കയറി പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും മാത്രം ഭരണം നടത്തുന്ന ഒരു പാർട്ടി ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുകയും മോഡിയുടെ ഭാവിയും ആ പാർട്ടിയുടെ പോളിസിയും ഒക്കെ ജനങ്ങളോട് പറയുകയും ചെയ്യുന്നു. അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ കിട്ടുന്ന ശ്രദ്ധയും പ്രചരണവും എത്ര വലുതാണ്. മുഴുവൻ പച്ചക്കള്ളല്ലേ പറയുന്നത്. അല്ല, ഒട്ടും പ്രൊപ്പോർഷനേറ്റും അല്ല, ഒട്ടുമല്ല. ആനുപാതിക പ്രാതിനിധ്യ സ്വഭാവങ്ങളൊന്നും കേരളത്തിൽ ഈ പാർട്ടി ഇല്ല. എന്നിട്ടും ഇതേതോ ജനാധിപത്യത്തിൻ്റെ പുതിയൊരു അവതാര സംരക്ഷകൻ വന്നിരിക്കുന്നു എന്ന ലെവലിലാണ്. സത്യത്തിൽ എന്താണ് ഈ മാധ്യമങ്ങളുടെ ഒരു ആനുപാതിക സ്വഭാവം? എങ്ങനെ, ഏത് മാനദണ്ഡത്തിലാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? മലയാള മനോരമ തന്നെ പോയി ഈ അണ്ണാ ഹസാരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അണ്ണാ ഹസാരെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ കള്ളനാണ്, കൊള്ളരുതാത്തവനാണ്, ഇയാൾ ജയിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ശീർഷകം വേറെ എന്തോ ആയിരുന്നു. അപ്പോൾ വായിച്ചവർക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇത് നാളത്തെ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് അരവിന്ദ് കെജ്രിവാൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്. അതെ. അപ്പോൾ കോൺഗ്രസ് ഈ കെജ്രിവാൾ പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ആ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. എനിക്ക് സംശയം ഒരു ദിവസം കൊണ്ട് കെജ്രിവാളിൻ്റെ വെടി തീർന്നോന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതി മാലിവാളിനെ അയാളുടെ സെക്രട്ടറി ആക്രമിച്ചല്ലോ. അതെ അതെ. അതിനുശേഷം മിണ്ടാട്ടമില്ലല്ലോ, പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ അവർ പത്രസമ്മേളനം നടത്തി. അതെ. അപ്പോൾ അതിനുശേഷം കെജ്രിവാളിൻ്റെ പ്രസ്താവനകളൊന്നും അതിനെപ്പറ്റിയോ വേറൊന്നിനെ പറ്റിയോ എങ്കിലും വന്നിട്ടില്ല. കെജ്രിവാളിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ വിഭവ് കുമാർ, പഴയ ഈ കുമാറും സ്വാതിയും ഒരുമിച്ച് ഈ കെജ്രിവാളിൻ്റെ NGO കാലം മുതൽ ഇയാളുടെ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിച്ച ആളുകളാണ്, മുമ്പേ അറിയാവുന്നവരാണ്. അതെ അതെ. എന്നിട്ടാണ് കെജ്രിവാളിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ മർദ്ദനം എന്നാണ് പറയുന്നത്. സാന്നിധ്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും ആജ്ഞപ്രകാരവുമാണെന്നാണ്. കെജ്രിവാൾ പറഞ്ഞിട്ടാണ് മറ്റേ ആൾ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പോലീസിന് ഇതുവരെ പരാതി ലഭിച്ചില്ലെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. പോലീസിന് പരാതി കിട്ടേണ്ട കാര്യമില്ല, അവർക്ക് സ്വയം കേസെടുക്കുകയും മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുകയും ചെയ്യാൻ പറയാം. അതെ അതെ. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഒരു MP അല്ലേ? അതെ. അപ്പം അത് നിൽക്കട്ടെ. ഈ കെജ്രിവാൾ പിന്നെ സ്വയം പ്രഖ്യാപിത പ്രധാനമന്ത്രിയായി അവരോധിച്ചതിനെപ്പറ്റി ഘടകകക്ഷികളാരും വേറെ കോൺഗ്രസ് അടക്കം ആരും ശബ്ദിക്കുന്നില്ല, മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് പോകട്ടെ, ഈ പ്രചരണത്തിന് സഹായമാകുന്നെങ്കിലാകട്ടെ എന്ന് ഉള്ള ഒരു നിശബ്ദതയായിരിക്കില്ലേ അത്? മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ അവരുടെ സംസ്ഥാനങ്ങളിൽ കെജ്രിവാളിനെ പ്രചാരണ പരിപാടികൾക്ക് വിളിക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ്. അതെ 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 അതെ. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നിയത് മോദി പത്രിക കൊടുത്തിട്ടാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയാണല്ലോ. വേറെ ആളുകളെ ഇറക്കുകയേ ചെയ്തുള്ളൂ. വേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. 134 കോടി രൂപ ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് മേടിച്ച ആളല്ലേ, എന്നെ കേസെടുക്കണ്ടേ? കെജ്രിവാൾ പുറത്തു വന്നപ്പോൾ പിന്നെ ഏറ്റവും വലിയ പ്രകടനം നടന്നത് കാനഡയിലാണല്ലോ. ഡൽഹിയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ പോസ്റ്ററും ഒരുപാട് ഒട്ടിച്ചു. ഞങ്ങളുടെ നേതാവ് ഒട്ടാവയിലും ടൊറാൻഡോയിലുമാണ് പ്രകടനങ്ങളെല്ലാം നടന്നത്, ആഹ്ലാദ പ്രകടനം. അപ്പം ഇത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ നേതാവായി പുറത്തുള്ള സിഖുകാർ കെജ്രിവാളിനെ അംഗീകരിച്ചിട്ടുണ്ട്.
സത്യത്തിൽ ഈ കെജ്രിവാളിനെതിരായുള്ള യഥാർത്ഥ കേസ് എന്താണ്? ഈ മദ്യനയത്തിലെ അഴിമതി മാത്രമാണോ? അല്ല, മദ്യനയത്തിലെ അഴിമതിയേക്കാൾ കൂടുതലാണ് ആ NIA കേസ് വരാൻ പോകുന്നത്. 134 കോടി രൂപ. NIA കേസ് എന്ന് പറഞ്ഞാൽ ചില്ലറ കേസാണോ? ഈ PMLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കൊല്ലം എന്നൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ. ഈ PMLA ആണെങ്കിലും ദേശവിരുദ്ധ കേസ് തന്നെയാണ്, സാമ്പത്തിക ഭദ്രതയ്ക്കെതിരാണ്. മറ്റേത് തീവ്രവാദം എന്നുള്ളത് അതിഭീകരല്ലേ. ആ ബുള്ളറിന്റെ വീട്ടിലൊക്കെ ഒരു രാത്രി തങ്ങിയിട്ടൊക്കെ ഉണ്ട് പ്രതികൾ. ഇതേപ്പറ്റിയൊക്കെ ധാരണകളൊക്കെ ഉണ്ട്, കേന്ദ്രത്തിന് വിവരമൊക്കെ ഉണ്ട്. ഒരു ലോങ് ഡ്രോപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ. ഈ NIA കേസിൽ അറസ്റ്റ് ചെയ്യാൻ എന്താ പ്രയാസം? CBI അറസ്റ്റ് ചെയ്യാൻ എന്താ പ്രയാസം? ഈ പരോൾ പീരീഡിലും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന നിയമങ്ങളുണ്ട്. ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അതിൽ ഈ ഗവൺമെന്റ് ഒരു ഉദാസീന സ്വഭാവം കാണിക്കുകയാണോ അതോ അനുവദിച്ചു കൊടുക്കുകയാണോ? അത് അനുവദിച്ചു കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഈ കേജ്രിവാൾ വന്നിട്ട് ആ 7 സീറ്റിലൊന്നും ആപ്പിന് കിട്ടാനില്ലല്ലോ. ആകെ ഒരു സീറ്റിൽ മാത്രമേ സംശയം പറയുന്നുള്ളൂ. അതായത് കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് തന്നെ മറ്റേ BJP ചേർന്ന് കഴിഞ്ഞു. അതെ, ലവ്ലി. അപ്പൊ അദ്ദേഹത്തിന് അറിയാമല്ലോ എങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുള്ള ആളല്ലേ. അല്ലേ, ആം ആദ്മി പാർട്ടിയുടെയും സീറ്റുകളുണ്ടല്ലോ. അതെ. അപ്പം അവർ 4-3 എന്ന കണക്കിൽ 7 സീറ്റ് വീതിച്ച് വെച്ചിരിക്കുകയാണ്. അതെ. അപ്പോൾ അതിൽ ആം ആദ്മി പാർട്ടിക്ക് ഇതുവരെ വന്ന സർവേയിലും പ്രവചിച്ചിരിക്കുന്ന ഒരേ ഒരു സീറ്റാണ്. അതും സംശയത്തിൻ്റെ ആനുകൂല്യത്തോടെ ഒരു BJPക്ക് 6, AAPക്ക് 1. അതാണിപ്പോൾ കെജ്രിവാളിൻ്റെ അക്കൗണ്ടിലുള്ളത്. പിന്നെ പഞ്ചാബിൽ എന്ത് നേടുന്നു എന്നുള്ളതാണ്. പഞ്ചാബിൽ കുറേ തെറ്റിദ്ധാരണ പരത്താൻ ഇതുപോലെ പറ്റും. പക്ഷെ പഞ്ചാബിലൊരു പ്രശ്നമുണ്ട്. ഈ അവിടെ സ്ഥാനാർത്ഥിയായ ഖലിസ്ഥാൻ തീവ്രവാദി ഉണ്ട്. അങ്ങേരും മറ്റേ ജാമ്യം ചോദിച്ച് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കെജ്രിവാളിൻ്റെ കീഴ്വഴക്കം പറയുന്നുണ്ട് അവര്. സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മറ്റേ പരോള് കൊടുക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ആ സ്ഥാനാർത്ഥി അമൃത്പാൽ സിംഗ് അസമിൽ ദിബ്രുഗഡ് ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്ലോസ് അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനിൽപ്പെട്ട കാര്യമാണ്. കോടതിക്ക് ഇഷ്ടമുള്ളവർക്ക് ബെയിൽ കൊടുക്കാം. ബെയിൽ കൊടുക്കുന്നതിന് നിയതമായൊരു നിയമത്തിൽ പിന്തുടരേണ്ട കാര്യമില്ല. അത് ന്യായാധിപന്മാരുടെ ഇഷ്ടാനിഷ്ടമാണ്. അതെ, പക്ഷേ PMLA ആക്ടിൻ്റെ സെക്ഷൻ 19(1) ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഈ സുപ്രീം കോടതി ഇപ്പോൾ കെജ്രിവാളിന് നിയമം ഇൻ്ററിം ബെയിൽ കൊടുത്തത് തന്നെ ഒരു വിവാദമായിട്ടുണ്ട്. അത് ജുഡീഷ്യറിയിൽ വന്ന ഒരു കളങ്കമായിട്ടാണ് ന്യായാധിപന്മാർ പറയുന്നത്. ഇപ്പോൾ അണ്ണാ ഹസാരെ മറ്റേ ഇങ്ങേർക്കും ആപ്പിനും വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? കുറച്ച് കഴിയുമ്പോൾ അണ്ണാ ഹസാരേക്ക് NIA കേസിൽപ്പെട്ട കെജ്രിവാളിനെ നിങ്ങൾ അടുപ്പിക്കരുതെന്ന് പറയാനും സാധ്യതയില്ല. ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്ന് പറയേണ്ടി വരും. അതെ, മാത്രമല്ല ആപ്പിനെ തന്നെ ഈ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ ഒരു ആലോചന നടക്കുന്നുണ്ട്. ED. അപ്പോൾ ഒരു പാർട്ടിയെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രതിസ്ഥാനത്ത് ഈ മദ്യനയ കേസിൽ ഇന്ത്യയിൽ ഒരു കേസിൽ ഒരു പാർട്ടിയെ തന്നെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടായിരിക്കും. അതായത് സിസോഡിയയും T കവിതയും അകത്താണ്. അതെ, ഇതിൻ്റെ പാർട്ടിയിലെ പല ആളുകളും ഇൻവോൾവ് ആയതുകൊണ്ട് പാർട്ടി തന്നെ പ്രതിയാണ്. കാരണം അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന കമ്പനി നിയമത്തിൽ പറയുന്നുണ്ട്. കമ്പനി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ളത് ജനപ്രാതിനിധ്യ നിയമത്തിൽ പാർട്ടിയെ പറ്റിയും പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ ജൂൺ 4-ന് ശേഷം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. 2-ാം തീയതി തിഹാർ ജയിലിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതിനിടയ്ക്ക് കെജ്രിവാൾ പറയുന്നുണ്ട്, NDA അധികാരത്തിൽ വന്നാൽ 5-ാം തീയതി ഞാനൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് പുള്ളി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ പുള്ളി NDA വരുമെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ 75 വയസ്സ് കഴിഞ്ഞിട്ട് മോദിക്ക് 75 വയസ്സ് അടുത്ത കൊല്ലമല്ലേ ആവുള്ളൂ. 75 വയസ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മോദി തന്നെ അധികാരത്തിൽ വരുന്നതാണല്ലോ. അത് കഴിഞ്ഞല്ലേ ഷായെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ NDA വന്നാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ കേസിന് ആനുകൂല്യം കിട്ടുമെന്ന് കരുതുന്നത് എന്താണ്? അതെ, അതിന് ഒരർത്ഥവും ഇല്ലാത്തതാണ്. നമുക്ക് ആകെ ചെയ്യാവുന്ന അദ്ദേഹത്തിന് നന്മ നിറഞ്ഞ ഒരു ജയിൽ ജീവിതം ആശംസിക്കാം.
അങ്ങനെ ആവട്ടെ.